എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കുറച്ച് ദിവസമായിട്ട് നല്ല ചുമയൊക്കെ ആയിരുന്നു. ചുമച്ച് എന്താണ് സൗണ്ടൊന്നും ഇല്ലാതെ ഒരവസ്ഥ എന്ന് തന്നെ പറയാം. അപ്പോൾ ഈ ഒരു കാലാവസ്ഥയിൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും തണുപ്പൊക്കെ പിടിച്ചിരിക്കുകയാണ് അല്ലേ. കുട്ടികൾക്കായാലും അസുഖവും ജലദോഷം ചുമ ഒക്കെ പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്താണ് പറയണ്ടത്, ചിങ്ങം തുടങ്ങിയിട്ടും ഇതിനൊന്നും മാറ്റമൊന്നും കാണുന്നില്ല. എന്ത് തന്നെയായാലും സ്കൂളിലൊക്കെ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്, എല്ലാവർക്കും അറിയാം അതല്ലേ. സ്കൂളിലൊക്കെ എക്സാമാണ്, കുട്ടികൾക്ക് തീരാനായി. ഇനിയിപ്പോൾ 1-2 എക്സാമും കൂടിയേ ഇപ്പോൾ ഇനി ഉണ്ടാവുമെന്നാണ് തോന്നുന്നത്. അത് കഴിഞ്ഞാൽ സ്കൂൾ അടക്കും അല്ലേ. അപ്പോൾ എല്ലാവരും സ്കൂൾ അടക്കുന്നതിന് നോക്കിയിട്ട് കാത്തിരിക്കുമായിരിക്കും അല്ലേ. സ്കൂളിൽ പോകണ്ടല്ലോ കുറച്ച് ദിവസത്തേക്ക് കുട്ടികൾക്ക്. എല്ലാവരും വെക്കേഷനൊക്കെ അടിച്ചു പൊളിക്കാനുള്ള മൂഡിലൊക്കെ ആയിരിക്കും അല്ലേ. അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരോടും ആദ്യം തന്നെ പറയുന്നു, നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് എനിക്ക് ഇതുവരെ എത്താൻ പറ്റിയത് ഞാൻ എന്നും ഓർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഇനിയും ഉണ്ടായിരിക്കണം. നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരണം എന്നുണ്ട്, പക്ഷേങ്കിൽ പറ്റുന്നില്ല ചെയ്യാൻ വേണ്ടിയിട്ട്. വീഡിയോസൊക്കെ ചെയ്യാൻ അതിൻ്റേതായ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടല്ലോ. അപ്പോൾ ഇപ്പം നല്ല നല്ല വീഡിയോസൊന്നും ആയിട്ട് വരാനൊന്നും പറ്റുന്നില്ല. അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കണം. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള വിഷയമൊക്കെ എടുത്തിട്ട് വരാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ എല്ലാവരോടും പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ കഴിയുന്നതും എല്ലാവരും സപ്പോർട്ട് തരിക. തന്നാൽ മാത്രമേ ഇതിൽ മുന്നോട്ടൊക്കെ പോകാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. എനിക്ക് എൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് കൂടുതലായിട്ടും ചെയ്യാനാവുള്ളൂ. അല്ലാണ്ട് പുറത്തൊക്കെ പോയി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കൂടുതൽ ഇതിൽ വീഡിയോയിലൊന്നും ഉൾപ്പെടുത്താൻ സാധിക്കില്ല. നിങ്ങൾക്കറിയാലോ എൻ്റെ ബുദ്ധിമുട്ടുകൾ. ഞാൻ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്യുന്നുണ്ട്, വീട്ടിൽ നിന്നും ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ പുറത്ത് പോയിട്ടുമൊക്കെ ചെയ്യുന്നുണ്ട്. എന്ത് തന്നെയായാലും ഒരുപാട് നാളായി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു മാറ്റം എന്തായാലും ഉണ്ടാവും തന്നെയാണ് എൻ്റെ വിശ്വാസം. എപ്പോഴും ദൈവം നമ്മളെ പരീക്ഷിക്കില്ലല്ലോ അല്ലേ. അപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും നല്ലൊരു മാറ്റത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരിക്കുന്നത്. ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്ത് വീട്ടിൽ നിന്നൊക്കെ ചെറുതായിട്ട് നടക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇനിയും നല്ല മാറ്റങ്ങളൊക്കെ ഉണ്ടാവും തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് നോക്കാം. എന്തായാലും നിങ്ങളെല്ലാവരോടും നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും കൂടി ഉൾപ്പെടുത്തുക. ഞാൻ എത്രയും വേഗം ഒന്ന് ഓടിച്ചാടി നടക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുക. കാരണം ഒരുപാട് നാളുകളായി ഇതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിൽ തന്നെയാണ്. വേഗം ഒന്ന് നടന്ന് പുറം ലോകമൊക്കെ ഒന്ന് കണ്ട് ആസ്വദിച്ച് നടക്കാനുള്ള ആ ഒരു ഇത് തന്നെയാണ് ഉള്ളത്. എന്തായാലും അത് നടക്കും തന്നെയാണ് എൻ്റെയും വിശ്വാസം. അതിന് ദൈവം കൂടി എന്നോട് കനിയും. അതുപോലെ തന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയും വേണം. ആ പ്രാർത്ഥനയാണ് ദൈവം കൂടുതൽ കേൾക്കുക. നമ്മളെക്കാളും കൂടുതൽ നമുക്ക് വേണ്ടി മറ്റുള്ളവർ പ്രാർത്ഥിക്കുമ്പോഴാണ് കേൾക്കുക എന്ന് പറയാറുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഫിസിയോതെറാപ്പി എല്ലാ ദിവസമൊന്നും മുടക്കാനൊന്നും ആവില്ല, എങ്കിലും പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ചെയ്യാറുണ്ട്. എന്നെക്കൊണ്ടാവും പോലെയൊക്കെ ചെയ്യും. കാരണം അത് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ഇനി മുന്നോട്ടുള്ള വഴികളിലേക്ക് ഒരു തടസ്സവും കൂടാതെ പോകാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. നമ്മൾ ഡെയിലി ചെയ്യണമല്ലോ, ചെയ്താൽ മാത്രമേ അതിന് ഗുണങ്ങൾ ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് നമ്മൾ മടിച്ചിരുന്ന് കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. അപ്പോൾ നമ്മളെ കൊണ്ടാവുന്ന രീതിയിലൊക്കെ ചെയ്യുക. ഇതുപോലെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊരു മോട്ടിവേഷൻ ആയിക്കോട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നെ പോലെയുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, ഈ വീഡിയോ ഒക്കെ കാണുന്നവരാണെങ്കിൽ കൃത്യമായിട്ട് ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നല്ല മാറ്റം തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. അല്ലെങ്കിൽ ഒന്നും ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ, നമ്മൾ എന്തെങ്കിലും പരിശ്രമിച്ചാൽ മാത്രമേ നമുക്ക് ലക്ഷ്യത്തിലെത്താൻ വേണ്ടി സാധിക്കുകയുള്ളൂ അല്ലേ. പരിശ്രമിക്കാതെ വീട്ടിലിരുന്ന് വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും തന്നെ നേടാൻ സാധിക്കുകയില്ല, അത് ഏത് കാര്യത്തിലായാലും. അപ്പോൾ കുറച്ച് കഷ്ടപ്പാടൊക്കെ ഉണ്ടാവും. കഷ്ടപ്പാടൊന്നും ഇല്ലാത്ത ആരും ഈ ലോകത്തില്ല. അപ്പോൾ കുറച്ച് കഷ്ടപ്പാടൊക്കെ ഉണ്ടാവും, എങ്കിലും കഷ്ടപ്പാടൊക്കെ സഹിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് സാധിക്കുക. കാരണം നമ്മുടെ ഫാമിലിയൊക്കെ ഓർക്കുക, അവരൊക്കെ നമ്മളാണല്ലോ നോക്കേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാൻ എല്ലാവരും ശ്രമിക്കുക. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്നാണ് ഞാൻ ഈ വേളയിൽ ആശംസിക്കുന്നത്. ഇതുപോലെയുള്ള ചെറിയ ചെറിയ വീഡിയോസുമായിട്ടേ ഞാൻ വരുള്ളൂ. കാരണം എനിക്കിപ്പോൾ അങ്ങനെയുള്ള വീഡിയോസൊക്കെ മാത്രമേ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ എല്ലാവരും കഴിയുന്ന സപ്പോർട്ട് തരിക. ഇനി ഇന്നും ഫിസിയോതെറാപ്പി ഉണ്ട്, ചെയ്യണം. കുറച്ച് കഴിയുമ്പോൾ ഫിസിയോതെറാപ്പി ചെയ്യും. അതിനെക്കുറിച്ചൊക്കെയുള്ള വീഡിയോ ഞാൻ പിന്നെ ചെയ്യുന്നതായിരിക്കും. കുറച്ചും കൂടി ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒക്കെ വന്നതിന് ശേഷം ഞാൻ നടക്കുന്നതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നല്ലത് മാത്രമായിട്ട് നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അതുപോലെ തന്നെ മറക്കരുത്, നിങ്ങൾ ഇത്രയും കാലം തന്ന സപ്പോർട്ട് ഇനിയും തരിക. നിങ്ങളുടെ ഓരോ സബ്സ്ക്രൈബും വിലപ്പെട്ടതാണ്, ഓരോ സപ്പോർട്ടും വിലപ്പെട്ടതാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ. അപ്പോൾ ലാസ്റ്റ് പറയുന്നത്
മറക്കാൻ പാടില്ല. സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ടാറ്റാ.